നടൻ ദിലീപിന്റെ സിനിമ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ പ്രദർശിപ്പിച്ചതിനെതിരെ യാത്രക്കാരുടെ പ്രതിഷേധം. ഒരുമാതിരി ചെയ്തായിപ്പോയി. ബസ്സിൽ പ്രതിഷേധിച്ച ഒരാളാണ് SUCI പ്രവർത്തകയും റിസർച്ച് സ്കോളറുമായ ലക്ഷ്മി ശേഖർ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കരുതിയിരുന്നപ്പോഴാണ് ഈ സിനിമ, എൻ്റെ മോനാണ് ശരിക്കും പറഞ്ഞത്, അമ്മേ ഈ വഷളന്റെ സിനിമയാണല്ലോ ഇതിനകത്ത് കാണിക്കുന്നത് എന്ന്. ഇതാണ് പുള്ളി. അങ്ങനെയൊന്നുമില്ല, 2.5 മണിക്കൂർ അടൂര് വരെ ഇരുന്ന് ഈ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ, സാറേ എനിക്ക് 2.5 മണിക്കൂർ ഈ സിനിമ കണ്ടുകൊണ്ട് ഈ ബസ്സിനകത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഫാമിലിക്ക്, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഈ സിനിമ നിർത്തണം, അതൊക്കെ മോശമല്ലേ, അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. നിന്നെയൊക്കെ തലയിൽ പൊക്കി വെച്ചോണ്ട് നടക്കുന്ന കുറെ കൊച്ചമ്മമാരുണ്ടെന്ന് കരുതി ആണുങ്ങളുടെ നേരെ ചൊറിയാൻ വന്നിട്ടല്ല. അപ്പോൾ പുള്ളി എന്നാൽ ശരി നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ടിക്കറ്റ് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത്. വനിത എന്നുള്ള നിലയ്ക്ക് ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണും ചെയ്യേണ്ടതാണ് ഞങ്ങൾ ആ വണ്ടിക്കുള്ളിൽ ചെയ്തത്. പുരുഷവർഗത്തോട് എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്, തീർത്താൽ തീരാത്ത പകയാണ്. ഇതൊരു കലയായല്ലേ കാണേണ്ടത്. പുരുഷന്മാരോട് വെറുപ്പ് കാണിച്ചോ, പക്ഷെ സംഗീതത്തോടും വേണം ഈ വെറുപ്പ്. ഇത്രയും സ്ത്രീവിരുദ്ധനായ ഒരാള് ഈ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട് എന്ന്, അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എന്നുള്ളത് കൃത്യമായി പകൽ പോലെ വ്യക്തമാണ്. ജീവിതം നായി നക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോ അതും സംഭവിച്ചു. നമ്മൾ എത്ര പേരെ ബഹിഷ്കരിക്കേണ്ടി വരും? മുകേഷിനെ ബഹിഷ്കരിക്കേണ്ടി വരും, സിദ്ദിഖിനെ വേണ്ടി വരും, അലൻസീറിനെ വേണ്ടി വരും, വേടനെ വേണ്ടി വരും. എത്ര പേരെ ബഹിഷ്കരിക്കും? ഈ പറഞ്ഞത് ന്യായം എന്ന് പറയുമ്പോൾ കൃത്യമായി അവരെ ഇപ്പം ഇത് പ്രശ്നക്കാരാണ്. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടക്കറി കുരുങ്ങി.